സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരു ഗ്രാമത്തിൽ 2 അയൽവാസികളുണ്ടായിരുന്നു. ആദ്യകാലത്ത് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരാളുടെ വീട്ടിൽ മറ്റൊരാൾ കയറിച്ചെല്ലും, സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കും. പക്ഷെ ഒരു ദിവസം ഒരു ചെറിയ തർക്കമുണ്ടായി. അത് വലിയ കാര്യമൊന്നുമല്ലായിരുന്നു, ഒരു തെറ്റിദ്ധാരണ മാത്രം. അത് സംസാരിച്ച് തീർക്കാമായിരുന്നു. പക്ഷേ ഒരു കഠിനമായ വാക്ക് മറ്റൊരു കഠിനമായ വാക്കിന് വഴിമാറി. അഹങ്കാരം ക്ഷമയെ തോൽപ്പിച്ചു. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. ഒരിക്കൽ പരസ്പരം വിശ്വസിച്ചിരുന്ന 2 ആളുകൾ പിന്നീട് പരസ്പരം കാണാൻ പോലും ഇഷ്ടപ്പെടാത്തവരായി മാറി. അവരെ ശത്രുക്കളാക്കിയത് ആ തെറ്റിദ്ധാരണയല്ല, അവർ അതിനോട് പ്രതികരിച്ച രീതിയായിരുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ സത്യമാണിത്. നമ്മുടെ മിത്രമോ ശത്രുവോ ആയി ആരും ഈ ലോകത്തിലേക്ക് വരുന്നില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ആരോടും വൈരാഗ്യമില്ല, ആരോടും പ്രത്യേക സൗഹൃദവുമില്ല. ബന്ധങ്ങൾ പിന്നീട് രൂപപ്പെടുന്നു, അനുഭവങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, വാക്കുകളിലൂടെ. നമ്മൾ പലപ്പോഴും കരുതുന്നത് ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് വലിയ സംഭവങ്ങളാണെന്നാണ്. പക്ഷേ പലപ്പോഴും അത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു അവഗണന, ഒരു അപമാനകരമായ വാക്ക്, ഒരു നന്ദിയില്ലായ്മ, ഒരു വാഗ്ദാന ലംഘനം, ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റം. ഇവയെല്ലാം ചേർന്ന് മനസ്സുകളിൽ അകലം സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരിക്കൽ അടുത്തിരുന്നവർ ദൂരെയാകുന്നു. അതുപോലെ തന്നെ സൗഹൃദവും വലിയ കാര്യങ്ങളിൽ നിന്നല്ല ജനിക്കുന്നത്. ഒരു ചിരിയിൽ നിന്ന്, ഒരു സഹായത്തിൽ നിന്ന്, ഒരു പ്രോത്സാഹനത്തിൽ നിന്ന്, ഒരാളെ ശ്രദ്ധയോടെ കേൾക്കുന്നതിൽ നിന്ന്, ഒരു ചെറിയ ബഹുമാനത്തിൽ നിന്ന്. പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ രൂപപ്പെടുന്നത് ഇത്തരം ചെറിയ നിമിഷങ്ങളിലൂടെയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് നാം കരുതുന്നതിലും കൂടുതൽ ശക്തിയുണ്ട്. ഒരു വാക്കിന് ഒരാളുടെ ദിവസം മനോഹരമാക്കാൻ കഴിയും. അതേ വാക്കിന് ഒരാളുടെ ഹൃദയം മുറിപ്പെടുത്തുവാനും കഴിയും. നമ്മൾ പറഞ്ഞ കാര്യം മറന്നേക്കാം, പക്ഷേ അത് കേട്ട വ്യക്തി വർഷങ്ങളോളം അത് ഓർത്തു വയ്ക്കാം. അതുകൊണ്ട് വാക്കുകൾ വെറും ശബ്ദമല്ല എന്ന് പറയുന്നത്. അവ ബന്ധങ്ങൾ നിർമ്മിക്കുന്ന ഇഷ്ടികകളാണ്, അല്ലെങ്കിൽ അവ തകർക്കുന്ന ചുറ്റികകളാണ്. നമ്മുടെ പെരുമാറ്റവും അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ സ്വഭാവത്തെ മാത്രമല്ല, നമ്മുടെ ഭാവിയിലെ ബന്ധങ്ങളെയും നിർണ്ണയിക്കുന്നു. കാരണം ആളുകൾ നമ്മുടെ വാക്കുകൾ മുഴുവൻ ഓർത്തില്ലെങ്കിലും ഒരു കാര്യം ഓർക്കും: നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്ക് എങ്ങനെ തോന്നിയിരുന്നു എന്നത്. അവർക്ക് വിലയുള്ളവരാണെന്ന് തോന്നിയോ, അതോ അവഗണിക്കപ്പെട്ടവരാണെന്ന് തോന്നിയോ? അതാണ് പല ബന്ധങ്ങളുടെയും അടിസ്ഥാനം. ഇന്ന് ലോകത്ത് മനുഷ്യർക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകളുണ്ട്, പക്ഷെ പലപ്പോഴും കുറച്ച് ക്ഷമ മാത്രമേ ഉള്ളൂ. കൂടുതൽ ബന്ധങ്ങളുണ്ട്, പക്ഷേ കുറച്ച് മനസ്സിലാക്കലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത് നമ്മുടെ വാക്കുകളിലും പെരുമാറ്റത്തിലുമാണ്. കാരണം നാം ഓരോ ദിവസവും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുമായി ബന്ധങ്ങൾ നിർമ്മിക്കുകയോ തകർക്കുകയോ ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയ ചിന്തയിലേക്ക് ക്ഷണിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരാളെ ഓർക്കൂ. ഒരിക്കൽ അവർ ഒരു അപരിചിതൻ മാത്രമായിരുന്നു. പിന്നീട് ചില വാക്കുകളും ചില നിമിഷങ്ങളും ചില നല്ല പെരുമാറ്റങ്ങളും ആ ബന്ധം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഓർക്കൂ. ഒരുപക്ഷെ അവിടെയും ചില അനുഭവങ്ങളാണ് ആ അകലം സൃഷ്ടിച്ചത്. അവസാനം ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലളിതമായ സത്യമുണ്ട്: മിത്രങ്ങളെയും ശത്രുക്കളെയും വിധി സൃഷ്ടിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ വാക്കുകളും പെരുമാറ്റങ്ങളുമാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ നമുക്ക് കൂടുതൽ കരുതലോടെ സംസാരിക്കാം, കൂടുതൽ മാന്യതയോടെ പെരുമാറാം. കാരണം ഇന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക് നാളത്തെ ഒരു സുഹൃത്തിനെ സൃഷ്ടിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ശത്രുവിനെയും. ആ തിരഞ്ഞെടുപ്പ് പലപ്പോഴും നമ്മുടെ കൈകളിലാണ്. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ.
പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.